കശുവണ്ടി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിലിൻ്റെ ഉന്നതനായ മുതിർന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ വിദഗ്ധനായ ഒരാൾ, സാമ്പത്തിക വിദഗ്ധനായ ഒരാൾ, ഈ കേരളത്തിലെ വ്യവസായ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ PH കുര്യൻ ഈ കമ്മിറ്റി പരിശോധിക്കുമ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ്ങിൻ്റെ പരാതികളാണ് 4-5 കണ്ടതുകൊണ്ട് അന്നത്തെ ഫിനാൻസിൻ്റെ സെക്രട്ടറിയോട്, പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഈ കമ്മിറ്റിക്ക് ആവശ്യമുള്ള റെക്കോർഡുകൾ കൊടുക്കാനും അത് വേണ്ട സഹായം ചെയ്യാൻ, കോർഡിനേറ്റ് ചെയ്യാനും പറഞ്ഞു. ഇതാണ് അന്നത്തെ കോടതി തീരുമാനം. സ്വാഭാവികമായിട്ടും 10 വർഷത്തേക്കുള്ള പരിശോധനകളാണ്. 10 വർഷമുള്ള പരിശോധന 1, 1.5, 2 മാസം കൊണ്ട് തീർക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ഫിനാൻസിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ PH കുര്യനെ വിളിച്ച് പറഞ്ഞു, എന്തായി കുര്യ റിപ്പോർട്ട്? അതൊന്നും ആയില്ല സാർ, നോക്കിക്കൊണ്ടിരിക്കും, അത് പെട്ടെന്ന് തന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ഞാനിത് നിങ്ങളോട് പറയുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് അപ്പോൾ കുര്യൻ പറഞ്ഞു, PH കുര്യൻ പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല സാർ, ഹൈക്കോടതി ഉത്തരവാണ്, അത് വളരെ എലാബറേറ്റ് ആയിട്ട് പരിശോധിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫിനാൻസിൻ്റെ ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് സ്വന്തമായി തന്നെ ഒരു റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി ഇതൊരു അന്തർദേശീയ കൊള്ളയാണെന്നും അങ്ങനെ ഒരുപാട് കഥകളൊക്കെ ഉണ്ടാക്കി ഇത് ഇന്റർപോൾ പരിശോധിക്കേണ്ടതാണെന്നും ഇന്ത്യയിലെ CBI എങ്കിലും പരിശോധിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം റിപ്പോർട്ട് ഉണ്ടാക്കി അന്ന് കോടതിയെ സമീപിച്ചതായിട്ടാണ് നമുക്കുള്ള വിവരം. എൻ്റെ ഈ പകർപ്പില്ലാത്തതുകൊണ്ട് ഞാനത് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. എന്തായാലും എൻ്റെ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ എൻ്റെ കേസ് വന്നതിന് ശേഷമുള്ള എൻ്റെ വക്കീൽ, ഞാൻ എൻഗേജ് ചെയ്ത അഡ്വക്കേറ്റ് ദേവൻ രാമേന്ദ്രനായിരുന്നു. അദ്ദേഹം ആർഗ്യൂ ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിനോട് ചോദിച്ചു, ദേവൻ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഇതൊരു അന്വേഷണം വേണമെന്നല്ലേ പറയുന്നുള്ളൂ, വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? അങ്ങനെ അപ്പോൾ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ പശ്ചാത്തലം നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആ അന്വേഷണം ദീർഘകാലം നീണ്ടു, ഞങ്ങളെയൊക്കെ വിളിച്ച് ചോദിക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് CBI ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് നിങ്ങളുടെ എല്ലാം പലരുടെയും കയ്യിൽ ഉണ്ടെന്ന് എനിക്കറിയാം, നല്ലോണം അറിയാം. അതിനകത്തൊക്കെ എന്തൊക്കെയാണ് CBI റിപ്പോർട്ടിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അവിടെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഇതിനകത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, ഇപ്പോഴും അന്നും ഒക്കെയുള്ള ഒരാളാണ്. അദ്ദേഹമാണ് ഈ സ്ഥാപനത്തിൽ 11 വർഷം മാനേജിങ് ഡയറക്ടറായിട്ട് ആൾ, 11 വർഷം ഇരുന്ന ആൾ. അദ്ദേഹം ഇപ്പോഴും ഗവൺമെൻറ് സർവീസിൽ നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പ്രതിയായാൽ അല്ലെങ്കിൽ ഒരു കോടതി പരിശോധനയ്ക്ക് വിധേയനായാൽ സ്വാഭാവികമായും അദ്ദേഹത്തിനെ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വിചാരണ മാത്രമേ ഉള്ളൂ, അതാണ് എൻ്റെ ധാരണ. പ്രോസിക്യൂഷൻ അനുവാദം കൊടുത്താൽ പ്രോസിക്യൂഷൻ നടക്കണം, ഇത്രയേ ഉള്ളൂ കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് ഗവൺമെൻറ്റിനോട് ചോദിച്ചു, അനുവാദം വേണം. സ്വാഭാവികമായിട്ട് അതിൽ വരുന്ന ആ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ ഒരു പ്രോസിക്യൂഷൻ അനുവാദം എന്നുള്ള നിലയിലാണ് അതിനെ ടേം ചെയ്യുന്നത്. കേരള ഗവൺമെൻറ് പരിശോധിച്ചിട്ട് കേരള ഗവൺമെൻറ് സ്ഥാപനമാണെന്നും ഗവൺമെൻറ് 2 ഉദ്യോഗസ്ഥന്മാർ അതിൽ ഇൻവോൾവ് ആണെന്നും അവിടെ ഫുൾ ബോർഡ് ഡിസിഷൻ എല്ലാം എടുത്തിട്ടില്ലെന്നും ബോധ്യപ്പെട്ട ഗവൺമെൻറ് അവിടെ യാതൊരു ക്രമക്കേടും നടന്നിട്ടില്ല എന്നതിൻ്റെ ധാരണയുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ്റെ ആവശ്യമില്ല എന്നൊരു നിലപാടെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കോടതിയിൽ പോകുമ്പോൾ കോടതി അത് ഫൈനലായിട്ട് അത് അംഗീകരിക്കേണ്ടതാണ് സാധാരണ നടപടിക്രമം. പക്ഷേ വീണ്ടും ഒരു കണ്ടംപ്റ്റ് പെറ്റീഷൻ കൊണ്ടുവരുന്നു. കണ്ടംപ്റ്റ് പെറ്റീഷൻ എന്ന് പറയുമ്പോൾ വേറൊരു പ്രോസസ്സാണ്, വേറൊരു സംവിധാനമാണ്. കണ്ടംപ്റ്റ് പെറ്റീഷൻ വന്നപ്പോൾ ആ കണ്ടംപ്റ്റ് പെറ്റീഷൻ ഒരു ബെഞ്ചിലേക്ക് വരുന്നു. കണ്ടംപ്റ്റ് പെറ്റീഷൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കേൾക്കുമ്പോൾ ആ കണ്ടംപ്റ്റ് പെറ്റീഷൻ കേൾക്കുന്ന ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് അദ്ദേഹത്തിൻ്റെതായ നമ്മൾ അറിയപ്പെടുന്ന അധികാരപരിധികൾ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവകാശത്തിൽപ്പെട്ടതോ നമ്മുടെ ജനങ്ങളാരും ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. ഞാനത് നിങ്ങളോട് അങ്ങനെ പറയണമല്ലോ, പറഞ്ഞേ പറ്റുള്ളൂ. അദ്ദേഹം അതിൽ ഇങ്ങനെ മുന്നോട്ട് പോയി അവസാനം ഗവൺമെൻറ് സെക്രട്ടറി ആയിരുന്ന, പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് അനീഷിനെ കോടതി ലക്ഷ്യം ചുമത്തും എന്ന് പറഞ്ഞ് കോടതി വളരെ ടഫായിട്ടൊരു സ്റ്റാൻഡ് എടുത്തു, കണ്ടംപ്റ്റ് കോടതി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അനീഷ് കഴിഞ്ഞ ദിവസം പോയി. മുഹമ്മദ് അനീഷ്
അവിടെ അപ്പോളജി, കോടതിയുടെ നടപടിക്രമം അങ്ങനെയാണല്ലോ. നമ്മളാരും ഇതാണെന്ന് നമ്മൾ അപ്പോളജി പറയണം. ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പോളജി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് ആ വ്യവസായ വകുപ്പ് സെക്രട്ടറിയിൽ നിന്ന് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കശുവണ്ടി മേഖല ബഹുമാനപ്പെട്ട ഷിബു ബേബി ജോൺ മന്ത്രിക്ക് ചുമതല കൈമാറി. ഇപ്പോൾ കയർ മേഖല രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്ത പോലെ ഷിബു ബേബി ജോൺ മന്ത്രിയായി വരുമ്പോൾ അതിൻ്റെ സെക്രട്ടറി വേറെയായി, ശ്രീ ബിജു IAS ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതി എടുത്തൊരു നിലപാട്, മുഹമ്മദ് അനീഷ് അപ്പോളജി ചെയ്താൽ മാത്രം പോരാ, ഇനി വരുന്ന സെക്രട്ടറി രണ്ടാം തീയതി കോടതിയിൽ ഹാജരായി പോസിറ്റീവ് ഓർഡർ കൊടുക്കണം. അതല്ലെങ്കിൽ നിങ്ങളും ഇതുപോലുള്ള നടപടി, അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിക്ക് പറയാൻ അധികാരമുണ്ടായിരിക്കും. അങ്ങനെയൊരു നിലപാട് വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ഗവൺമെൻറ് 10 വർഷം ഇരുന്നു, നിങ്ങളെല്ലാം വാർത്ത കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നു. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിൽക്കുന്ന ഒരാളാണ്, INDC സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഒരു ചൂടേറിയ ഒരു സംഭവമായിട്ട് ഇതങ്ങോട്ട് വളർന്നു. കേരള ഗവൺമെൻറ് അങ്ങനെ കൊടുത്താൽ എന്തായി, പിന്നെ നിങ്ങളെല്ലാവരും വലിയ വാർത്തകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക, അതൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെയെങ്കിലും ഒരു ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ വരുമല്ലോ സ്വാഭാവികമായിട്ടും. ഞാൻ ആലോചിക്കുകയാണ്, നമ്പി നാരായണനും ശശികുമാറും ബന്ധപ്പെട്ട കേസ് തുടങ്ങി, ചാരവൃത്തി കേസ് തുടങ്ങി, കെ കരുണാകരൻ്റെ പാമോയിൽ കേസ് അടക്കം, ഉമ്മൻചാണ്ടി സാറിൻ്റെ കേസടക്കം എല്ലാം ഞങ്ങളൊക്കെ കേരളത്തിൽ പണ്ട് മുതലേ കാണുന്നവരാണല്ലോ. അപ്പം അതുകൊണ്ട് ഈ വാർത്തകൾ വരുന്നതൊക്കെ സ്വാഗതം ചെയ്യുന്ന ആളാണ് ഞാൻ. എങ്കിലും കേരള ഹൈക്കോടതിയിൽ ഇന്നലെ കേരള ഗവൺമെൻറ് കൊടുത്ത പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത, വലിയ വാർത്തയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. വാർത്ത എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചാണല്ലോ വാർത്ത വരുന്നത്. 3 പേര് പ്രതികളായിട്ടുള്ള ഒരു കേസിൽ ഒരേ ഒരാളിന് ഫോട്ടോ കൊടുത്ത് നല്ലതുപോലെ വാർത്ത കൊടുക്കുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് സ്വാഗതം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നലെ കൊടുത്ത ഗവൺമെൻറ് ഉത്തരവിനെ സംബന്ധിച്ച് 3-4 ദിവസം മുമ്പ് മുതലേ വാർത്തകൾ വരുന്നു. നല്ലതാണ്, തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു. അത് ഒരു നല്ല രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു ചർച്ചാ വിഷയമാണ്, നല്ലത്. അതൊക്കെ നിങ്ങളുടെ സഹായത്തെ ഞാൻ എപ്പോഴും അംഗീകരിക്കുന്നു. ഗവൺമെൻറ് ഇന്നലെ കൊടുത്തത്, ഞാനത് ഇന്ന് ഓർഡർ എൻ്റെ കയ്യിൽ മൊബൈലിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ, നിങ്ങളുടെ കയ്യിലും അത് കിട്ടി കാണാനാണ് സാധ്യത. അതിനകത്ത് ഗവൺമെൻറ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ് എടുത്തേക്കുന്ന ഒരു സ്റ്റാൻഡ് ഞാനൊന്ന് വായിക്കാം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നിങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം, അക്കോർഡിംഗ്ലി ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓഫ് ദി ഓർഡർ ഓഫ് ദി ഹോണറബിൾ കോർട്ട് അറൈവിംഗ് അറ്റ് എ സ്റ്റേജ് ഓഫ് mitigation of the contempt proceedings where Honorable High Court of Kerala assumed the role of a trial court in having assessed the evidences, the government is constrained to accord the prosecution sanction. However, without application of mind and forced to be in the compliance of the orders in contempt petition in the judgment dated 10/4/2026 of the Honorable High Court of Kerala, the government has deemed it fit to accord prosecution sanction against A1 and A3, however, with the rights to file the appeal. ഇതാണ് കൊടുത്തേക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള ഗവൺമെൻറ്റിൻ്റെ ഒബ്സർവേഷൻ, ഞാനതാണ് പറയുന്നത്. അതിൽ പറഞ്ഞ് വായിച്ചു കേട്ടത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഒരു കണ്ടംപ്റ്റ് കേസ് എങ്ങനെ മുന്നോട്ട് പോകണം, ഒരു ട്രയൽ കേസ് എങ്ങനെ മുന്നോട്ട് പോകണം, ഇതിനെ സംബന്ധിച്ച് കേരള ഗവൺമെൻറ് ഇന്നലെ എടുത്ത ഈ നടപടിയെ പൂർണ്ണമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ഇപ്പോഴാണ് ഇതിനൊരു ശരിയായ ഷേപ്പിലേക്ക് വരുന്നത്. ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകരാണ്. നമ്മൾ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചെറുതും വലുതുമായ തെറ്റുകൾ ചെയ്യാറുണ്ടായിരിക്കാം, ചില ആളുകളൊക്കെ മോശമായി പെരുമാറാറുണ്ടായിരിക്കാം. പക്ഷെ നമ്മളൊരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ
17 ലക്ഷത്തോളം മെമ്പർഷിപ്പുള്ള ഒരു സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതിൻ്റെ കൂടി അന്തസ്സും അതിൻ്റെ കൂടി അഭിമാനവും സംരക്ഷിക്കാൻ ഞങ്ങൾക്കൊക്കെ ബാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പെറ്റീഷൻ കൊടുക്കുന്ന ഒരു വ്യക്തി ഈ കഴിഞ്ഞ 2008 മുതൽ ഇങ്ങോട്ട് 2026 വരെ ഈ പെറ്റീഷൻ കൊടുത്തുകൊണ്ടിരിക്കണം എങ്കിൽ അതെന്താണ് എന്നുള്ളത് നിങ്ങൾ ചോദിക്കണമല്ലോ. അപ്പോൾ ആളുകളെ നമ്മൾ മഹത്വവൽക്കരിക്കും. എന്നെ മഹത്വവൽക്കരിക്കുകയാണെങ്കിൽ മഹത്വവൽക്കരിക്കപ്പെടുന്ന എൻ്റെ അപ്പുറത്തൊരാളുണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് കൂടി നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്, നിങ്ങൾ നോക്കേണ്ടതാണ്. അത് ഞങ്ങളുടെ ജോലിയല്ല. ഞങ്ങൾക്ക് കേട്ടുന്ന വാർത്ത ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുക അതല്ലല്ലോ. അല്ലല്ലോ, സ്വാഗതം ചെയ്തല്ലോ ഉള്ളു. ഞാൻ സ്വാഗതം ചെയ്തേ ഉള്ളൂ. അല്ലല്ലോ ഒരിക്കലും. അല്ലല്ല, അങ്ങനെ പരിഹാസമൊന്നുമില്ല. ഈ ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ പറയല്ലേ. അപ്പം ഞാൻ പറഞ്ഞത് ഞാനത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. എന്നിട്ട് പറഞ്ഞു ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. എന്നോട് വല്ല വിരോധം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു. ഞാൻ 600 കോടി ഞാൻ ഇരുന്ന സമയത്ത് അതോട് പറയാം. ആ ചോദ്യത്തിന് മറുപടി പറയാം. ഞാൻ ചെയർമാനായിരുന്ന സമയത്ത് 220 നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് വരെ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഡോക്യുമെൻ്റ് അയച്ചത് കുറ്റമായി. ഞാൻ പറഞ്ഞ 224 കോടി രൂപയുടെ അവിടെ പർച്ചേസ് നടന്ന ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ഡിസിഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതിനിപ്പോൾ ഒരു റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ചെയ്ത് സമയം കളയണ്ട. ഞാൻ അതിനകത്ത് 500 കോടിയുടെ 1000 കോടിയുടെ 2000 കോടിയാണ് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച ചെയ്യുന്നത്. ഇതൊക്കെ അഴിമതി നടത്താൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. എനിക്ക് ഒരു വിരോധമില്ല. എനിക്ക് സ്വാഗതം ചെയ്യുന്ന ആളാണ്. ഒരു പരിഭവമില്ല. നമ്മളിത് നിങ്ങളോട് പറയാൻ ബാധ്യസ്ഥരല്ലേ? ആണല്ലോ. മാധ്യമ പ്രവർത്തകരെന്ന് പറഞ്ഞാൽ ആളുകളോട് നമ്മളിത് പറയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി വരുന്ന വാർത്തകൾ. ഇപ്പോൾ ഇന്നലെ മുതൽ എന്നോട് ഇന്നിപ്പോൾ രാത്രി 12:45 എന്നെ ചില ചാനൽ പ്രവർത്തകർ വിളിച്ചു. ഒരു ചെറിയ ഞാൻ ഒന്നിച്ച് പറയാം, അതല്ലേ ശരി. ഒരാളിനോട് നമ്മളത് പറഞ്ഞു, ഈ പറഞ്ഞതിന് കഴിഞ്ഞ് അടുത്ത ഒരാൾ വരുമ്പോൾ ഒരു വാക്ക് തെറ്റിപ്പോയി, പിന്നെ അതൊരു വലിയ വിഷയമായി. എന്ത് കാര്യത്തിനാണ് അപ്പം നമ്മളൊന്നും അത്ര വലിയ വിദഗ്ധന്മാരും അത്ര വലിയ ഒരു ആളുകളൊന്നും അല്ലല്ലോ. സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു സ്വന്തമായ സ്നേഹത്തോടും ബഹുമാനത്തോടും ഞങ്ങൾ പറയാറുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളും അതുപോലൊക്കെ നമ്മുടെയും കൂടി ഒരു ഭാഗം നിങ്ങൾ കേൾക്കണം എന്നുള്ള ആഗ്രഹം മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നലെ ഗവൺമെൻറ് കൊടുത്തേക്കുന്ന പ്രോസിക്യൂഷൻ സാങ്ഷൻ. ആ സാങ്ഷൻ വരുമ്പോഴൊരു ഗുണം എനിക്കുള്ളത്, ഇത് ട്രയൽ കോടതിയിൽ പോവും, ട്രയൽ നടക്കും. ഞാൻ ഈ കാര്യത്തിൽ എന്തൊക്കെ തെറ്റ് ചെയ്തു എന്നുള്ളത് കൃത്യമായി വിസ്തരിക്കപ്പെടും. ആ വിസ്തരിക്കപ്പെടുന്നതിൽ എനിക്കെന്താ തെറ്റുള്ളത്? അതിന് ശിക്ഷിക്കേണ്ടതാണ് അവർ ശിക്ഷിച്ചോട്ടെ. ഞാൻ പറഞ്ഞ ഇതിനൊന്നും നമ്മൾ മാറി നിൽക്കാൻ കഴിയുമോ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു അവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആരോടും വ്യക്തിപരമായി പറയാതെ എല്ലാവരെയും ഒന്നിച്ചിരുത്തി ഞാനൊരു സിറ്റിസൺ എന്നുള്ള നിലയിൽ, ഈ രാജ്യത്തിൻ്റെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് നമ്മുടെ മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഈ ഭാഗം എൻ്റെ ഭാഗമാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഒരുപാട് വളച്ചൊടിച്ച് ഞാൻ എൻ്റേതായി പറഞ്ഞതാണെന്നൊക്കെ തോന്നിയാൽ ഓക്കെ, അതിനെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഭാഗം ഞാൻ വിശദീകരിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന് വരെ ഒരാഫീസിലും ഒരാളിനോടും ഈ പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുക്കരുതെന്ന് പറഞ്ഞ് പോയിട്ടേ ഇല്ല. അത് നിങ്ങൾ അങ്ങനെ ചോദിച്ചു വെറുതെ. ഞാൻ പറഞ്ഞത് ഒരു ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തിനും ഗവൺമെൻറ്റാണ് ഉത്തരവാദി. ഈ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനത്തിന് ഈ ഗവൺമെൻറ് ഉത്തരവാദി. അതിൽ ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? പിന്നെ ഒരു മിനിറ്റ് പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കുള്ളതാണ്? അത് ഗവൺമെൻറ്റിന് നിക്ഷിപ്തമാണ്. നിയമം അനുസരിച്ച് ഗവൺമെൻറ്റിന് നിക്ഷിപ്തമാണ്. അതിനകത്ത് എനിക്ക് റോളില്ലല്ലോ. പിന്നെ ഒരു മിനിറ്റ് എന്താ ഒറ്റ ഇതൊന്ന് പറഞ്ഞോട്ടെ. 10 വർഷക്കാലത്ത് ആരൊക്കെയാണ് അവിടെ ചെയർമാനായിരുന്നത്? 10 വർഷക്കാലത്ത് MD ആരായിരുന്നു? 10 വർഷക്കാലത്തെ സംവിധാനങ്ങൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഒരു ഗവൺമെൻറ് പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അതുകൂടെ മനസ്സിലാക്കണ്ടേ? അതല്ലേ, അത് വേറെ ഇഷ്യൂ. ഗവൺമെൻറ് ഈ അനുവാദം കൊടുക്കണോ വേണ്ടത് തീരുമാനിക്കുന്നത് എന്താ? 5 വർഷക്കാലം ഒരു ഗവൺമെൻറ് പ്രതിനിധി അവിടെ ഇരുന്നു. 5 വർഷക്കാലം നീണ്ട 10 വർഷക്കാലം ഒരു മാനേജിംഗ് ഡയറക്ടർ ഇരുന്നു.
ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വം ആ ഗവൺമെൻറ്റിൽപ്പെട്ടതാണ്. ആ ഗവൺമെൻറ് ആ സ്ഥാപനത്തിൽ കൃത്രിമം കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അവർക്ക് ഇൻറ്റേർണൽ ഓഡിറ്റ് ഉണ്ട്, പിന്നെ C&AG ഓഡിറ്റ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഉണ്ട്, എല്ലാം കഴിഞ്ഞല്ലേ വരുന്നത്. ഇതിനകത്തൊക്കെ ഒരു സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചാൽ അതിന് ഉത്തരവാദി 3 വർഷം ഇരുന്ന് ഞാനാണോ? അപ്പം നിങ്ങൾക്കൊരു പിന്നെ വിഷയമായിട്ട് ഇത് എടുക്കുന്നതിന് പകരം ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റുമോ? എനിക്കതിനുള്ള അവകാശമില്ലല്ലോ. കോടതി അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല നിർദ്ദേശം. ഞാൻ പറഞ്ഞത് കണ്ടംപ്റ്റ് കോടതിയുടെ റോൾ എന്താണ്. നമ്മുടെ രാജ്യത്തെ നിയമങ്ങളാണല്ലോ. കണ്ടംപ്റ്റ് കോടതിയുടെ നിയമം എന്താണ്, ട്രയൽ കോടതിയുടെ നിയമം എന്താണ്, ഇതെല്ലാം ഞങ്ങൾക്കും കുറച്ചൊക്കെ അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ആ ബഹുമാന പുരസ്സരം എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് അതിനുള്ള ഒരു ജൂറിസ്ഡിക്ഷനകത്ത് ഈ കേസിൻ്റെ പരിധി വന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് അതിനകത്തൊരു എന്താ വ്യക്തമായ ഒരു ചിത്രത്തിലേക്ക് വരണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ. അല്ല, എനിക്ക് മടിയില്ലല്ലോ. അയാളെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായി യാതൊരു വിരോധമുള്ള ഒരാളല്ല. എന്നോടും വ്യക്തിപരമായി വിരോധം കാണണ്ട. പക്ഷെ ഒരു പാരലൽ യൂണിയൻ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു സ്ഥാപനം, ഗവൺമെൻറ് സ്ഥാപനം പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്ഥാപനത്തിനെതിരെ പരാതി കൊടുക്കുക. നിങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളതേ ഉള്ളൂ. പിന്നീട് വന്നത് എന്താ, സുരേഷ് ബാബുവിനെ മാറ്റുന്നു, ഞാൻ വരുന്നു, പരാതി ഊർജ്ജസ്വരമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഒരു സംസ്ഥാന കമ്മിറ്റിയെ മാറ്റാനുള്ള അധികാരം കേന്ദ്ര കമ്മിറ്റിക്ക് ഉള്ള സ്ഥിതിക്ക് അത് മാറ്റിക്കൊണ്ടുവരുന്നതിൻ്റെ ഉത്തരവാദിത്വം കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ ആയതുകൊണ്ട് എന്നാൽ പിന്നെ അതൊന്ന് കൊടുത്തേക്കാമെന്ന് വിചാരിക്കുന്നതാണോ ന്യായം? പിന്നെ ഈ എനിക്കെതിരെ എന്ന് പറഞ്ഞില്ലേ, ഈ സ്ഥാപനത്തിനെതിരെ അങ്ങനെ പറഞ്ഞു. എന്താണ്? അതെ, അല്ല, എനിക്കെതിരെ ഞാൻ പറഞ്ഞില്ല, സ്ഥാപനത്തിനെതിരെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. അത് അല്ല, അത് ഞാനേ അതാണ് INTUCയിൽ തർക്കമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. തീരുമാനിക്കേണ്ട ആൾ ഞാനാണോ? ആ, അഞ്ച് വർഷമല്ല, 10 വർഷത്തേക്കുള്ളത്. ഓ, അറിയില്ല, എനിക്കറിയില്ല. CBIയോട് ചോദിക്കേണ്ടതല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? അല്ലല്ല, പ്രോസിക്യൂഷൻ അനുമതി അന്വേഷണം, അതിൻ്റെ അടുത്ത പ്രോസസ്സ് എന്താണ്? പ്രോസിക്യൂഷൻ അനുമതി കൊടുത്താൽ ട്രയൽ ചെയ്യണം. ഇത്രയല്ലേ ഉള്ളൂ കാര്യം. ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. അവരെ സംബന്ധിച്ച് ഈ INTUC തർക്കമൊക്കെ അവരുടെ ജൂറിസ്ഡിക്ഷൻ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, എനിക്കറിയില്ല. പെറ്റീഷൻ ഉള്ളത് വെച്ചുകൊണ്ടാണ് അവർ പരിശോധിക്കുന്നത്. കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. കോടതി ടേംസ് ഓഫ് റെഫറൻസ് കൊടുക്കും, അതനുസരിച്ചാണ് അവർ പരിശോധിക്കുന്നത്. അതിനെന്താ തർക്കമുള്ളത്? ഞാൻ പറഞ്ഞത് കഴിഞ്ഞ സർക്കാരിൻ്റെ സ്ഥാപനമെന്നുള്ള നിലയിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം അതിലുണ്ടെന്നും 10 വർഷക്കാലം ആ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ആ സ്ഥാപനത്തിൽ എന്ത് നടന്നുള്ളത് പല വിധത്തിലുള്ള അന്വേഷണത്തിൽ ആ സർക്കാരിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നിലപാടെടുത്തതെന്നാണ് ഞാൻ പറഞ്ഞത്. സർക്കാർ പ്രതികാരം ചെയ്തില്ലല്ലോ. സ്വാഗതം ചെയ്താൽ പിന്നെ പ്രതികാരം ചെയ്യുന്നതിന് ഞാനതിനെ ട്രയലിന് കൊടുക്കാൻ തീരുമാനിക്കുന്നതിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ കാര്യം. ചെന്നിത്തലയ്ക്കോ?
അതിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞു. ഒരു ഗവൺമെൻറ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ആ കോടതിയുടെ ഒരു നിലപാട് എന്തെടുത്തു എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു. അടുത്ത സെക്രട്ടറി, വരാൻ പോകുന്ന സെക്രട്ടറി എന്ത് ചെയ്യണമെന്നുള്ളത് കൂടി തീരുമാനിച്ച് ഉറപ്പിച്ച സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് അത്തരത്തിലൊരു നിലപാട് പ്രോസിക്യൂഷൻ അനുമതി കൊടുത്താൽ എന്താ കുഴപ്പമെന്നുള്ളത് ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അതിനെന്താ കുഴപ്പം? അയ്യോ, അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല. ഇതൊന്നും എന്നെ കൊണ്ട് പറയിക്കാൻ നോക്കണ്ട. കോടതിക്ക് എല്ലാ ആദരവും കൊടുക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും, എല്ലാ കാലത്തും. അതിനല്ലേ ഗവൺമെന്റ് മറുപടി പറയുന്നത്. പ്രഥമ ദൃഷ്ട്യാ തെളിവെന്നുള്ളൊരു വാക്ക് അതിൽ വരുന്നില്ല. ഇല്ല, പ്രൈമാ ഫേസി എവിഡൻസ് എടുക്കേണ്ടതാണെന്നാണ് പറഞ്ഞത്. ഞാൻ അതുപോട്ടെ, അതിനെക്കുറിച്ച് ചർച്ച വേണം, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ റെക്കോർഡ്. ഞാനൊരു കാര്യം വ്യക്തമാക്കുന്നത്, എന്നെ സംബന്ധിച്ച് ഈ ഒരു കേസിൽ 3 വർഷക്കാലം അല്ലെങ്കിൽ 3.25 വർഷക്കാലം ഇരുന്ന ഞാൻ 10 വർഷക്കാലത്തെ അന്വേഷണത്തിൽ നിങ്ങൾ ഇപ്പോൾ വാർത്തകളായി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പ്രൊജക്ഷന് അന്യായമാണെന്ന് ഞാൻ പറയണ്ടേ? നിങ്ങളുടെ നിലപാടുകളെ ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തതുമില്ല. പക്ഷേ ആ 10 വർഷത്തെ അന്വേഷണത്തിൽ 3 വർഷം ഈ സ്ഥാപനത്തിലിരുന്ന ഒരാളിനെ, അതാണ് ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. പൊതുപ്രവർത്തകനായതുകൊണ്ടാണെന്ന് എനിക്കറിയാം, അതിന് തർക്കമില്ല. പക്ഷേ അത് കോടതിയുടെ പെർമിഷന് വേണ്ടി അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ അനുവാദം കൊടുക്കുന്ന ഓർഡറിനകത്ത് ഗവൺമെൻറ് വ്യക്തമാക്കിയ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളോട് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനൊന്നും ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് നമ്മുടെ സംഘടനാപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് സംഘടനയാണ്. സംഘടന തീരുമാനിച്ചോളൂ. അത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, നിങ്ങളല്ലല്ലോ. ഞാൻ തീരുമാനിക്കും. തീരുമാനിക്കേണ്ട രീതിയിൽ കേന്ദ്ര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടേ തീരുമാനിക്കുകയുള്ളൂ. ഒരതൃപ്തിയില്ല. ഞാൻ പറഞ്ഞ ഞങ്ങളിലെ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ഞാനാണല്ലോ. ഒരതൃപ്തിയില്ലെന്ന് മാത്രമല്ല, ആ പ്രോസിക്യൂഷൻ അനുവാദം കൊടുത്ത് ഗവൺമെൻറ് ഉത്തരവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.